ബാർ കോഴക്കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടത് ആരൊക്കെ? തന്നെ ചതിച്ചു എന്ന് കെ എം മാണി പരാതിപ്പെടുമ്പോൾ ആരൊക്കെയാണ് കെ എം മാണിയെ ചതിച്ചത്? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കേരള കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പൻ, ഒപ്പം PM മുഹമ്മദ് റിയാസും ഡോക്ടർ ബിജു രമേശും ചർച്ചയിൽ ചേരുന്നു. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ഡോക്ടർ ബിജു രമേശ്, മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തു വരണം, നശിപ്പിക്കപ്പെട്ട തെളിവുകൾ പുറത്തു വരണം, ഇതാണ് കോടതി ഇന്ന് പറഞ്ഞത്. ഈ മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, ഇപ്പോഴും പുറത്തു വരാതെ ഇരിക്കുന്ന ആ സത്യങ്ങൾ ഇനി എന്തൊക്കെയാണ്? തുടക്കത്തിൽ തന്നെ സുകേഷിൻ്റെ അന്വേഷണം വന്നപ്പോൾ തന്നെ വന്ന റിപ്പോർട്ടുകളെല്ലാം അവസാനം ഫൈൻഡിങ്സിൽ വന്നത്. ആ സമയത്ത് തന്നെ ഞാൻ കൈരളിയോട് പറഞ്ഞതാണ്, ഇത് കംപ്ലീറ്റ് ആരോ ഉണ്ടാക്കിയ തിരക്കഥയെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചതാണെന്ന്. ആ സമയത്ത് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി അന്വേഷിക്കുന്നതിന് പകരം ആ ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്നെയും സുകേഷിനെ പ്രതിയാക്കുമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയും ആ രീതിയിൽ കടുത്ത സമ്മർദ്ദങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് DGP ആയിരിക്കുന്ന ശ്രീ ശങ്കർ റെഡ്ഡി അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾ അത്രയും ചെയ്യിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് തന്നെ ആ റിപ്പോർട്ട് ഈ കോടതിയിൽ ഈ ഫൈൻഡിങ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ദിവസത്തിന് ശേഷം പോലും ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം കോൺട്രഡിക്ഷൻ ഉണ്ടായതാണ്. അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാക്കി എന്നിരിക്കുന്ന ഡേറ്റും അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഓഫീസിൽ വരികയും അവിടെ അന്വേഷണം നടക്കുന്നു, അക്കൗണ്ട്സ് വിവരങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് പോലും അറിയില്ല അന്വേഷണം ക്ലോസ് ചെയ്തിട്ടുള്ള വിവരം. ആ രീതിക്കാണ് അന്വേഷണം പോയത്. അന്നും ഈ സമയത്ത് ഞാൻ ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്, കോടതിയിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ സത്യം ചുരുളഴിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. സത്യം പുറത്തു വരണം. ഇത് കേരളത്തിലെ ജനങ്ങൾ മൊത്തം നോക്കിയിരിക്കുന്നതാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അഴിമതിയിൽ, പ്രധാനപ്പെട്ട അഴിമതിയുടെ ഒരു കണ്ണി മാത്രമേ ഇതാവുന്നുള്ളൂ. ശരി, അന്ന് അന്വേഷണം സുകേഷിന്റെ നേതൃത്വത്തിൽ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഡോക്ടർ ബിജു രമേശ്, എന്തൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി പുറത്തേക്ക് വരുമായിരുന്നു? ആ മൂടി വയ്ക്കപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾക്ക് ഒന്ന് ചൂണ്ടിക്കാട്ടാനാകുക? ഒന്ന്, ഈ പറയപ്പെടുന്ന സാമ്പത്തിക ഇടപാട്, ഈ ബാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ മൊഴിയെടുത്തിട്ട് പരിപൂർണമായി മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാണി സാറിൻ്റെ ഏതൊരു വ്യക്തിയായാലും ശരി, വിജിലൻസ് കേസുമായി അനധികൃതമായി സ്വത്ത് സമ്പാദ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ ഈ സുകേശനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ട് അതിൻ്റെ ഒരു കടമ്പ കടന്ന് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതൊരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ വരവും അദ്ദേഹത്തിന് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അഴിമതിയുടെ പ്രധാന ഭാഗം. മാണിസാറിൻ്റെ സ്വത്തോ മാണിസാറിൻ്റെ മക്കളുടെ സ്വത്തോ ഒന്നും തന്നെ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇന്ന് തന്നെ ശ്രീ PC ജോർജ് പറയുന്നുണ്ടായിരുന്നു, മാണിസാറിൻ്റെ കുടുംബത്തിനുമായിട്ട് 20,000 കോടി രൂപയ്ക്ക് മുകളിൽ സമ്പാദ്യമുണ്ട് എന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ PC ജോർജ് പറയുന്നുണ്ട്. അപ്പോൾ ഈ 20,000 കോടി രൂപയുടെ സമ്പാദ്യം ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രം എങ്ങനെയാണ് ഈ ഒരു കുടുംബം സമ്പാദിച്ചത്? ഇതൊക്കെ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. സത്യത്തിൽ ഇത് CBI പോലുള്ള ഏജൻസി ആദ്യം തൊട്ടേ നമ്മൾ പറയുന്നതാണ്, അന്വേഷിച്ചാൽ മാത്രമേ. പക്ഷേ ഈ PC ജോർജ് ആണ് അന്ന് താങ്കൾ ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ താങ്കളെ വിരട്ടി സംസാരിച്ചത്. ഇന്നിപ്പോൾ PC ജോർജ് സത്യത്തിന്റെ പാതയിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ താങ്കൾക്ക് ആശ്വസിക്കാം. ഈ ഇടപെടൽ ആരാണ് നടത്തിയത്? ശ്രീ ഡോക്ടർ ബിജു രമേശ്, ഇപ്പോൾ ഇന്ന് കോടതി തന്നെ ശ്രീ സുകേഷിന്റെ ഹർജി പരിഗണിച്ചിരിക്കുന്നത് ഈ അന്വേഷണത്തിൽ അട്ടിമറിക്കാനുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, ശങ്കർ റെഡ്ഡി ഡയറക്ടറായി ഇരിക്കെ ഇടപെടൽ നടന്നു എന്നുള്ള രീതിയിലാണല്ലോ. ഈ ശങ്കർ റെഡ്ഡിക്ക് മാത്രമായി ഒരു ഇടപെടൽ നടത്താൻ തക്കവണ്ണം അത്ര ഒരു പരിതാപകരമായ അവസ്ഥയിലല്ലല്ലോ നമ്മുടെ ഭരണകൂടമൊക്കെ. അപ്പോൾ മുകൾ തട്ടിൽ നിന്ന് ആരൊക്കെ ഇടപെട്ടു എന്നാണ് താങ്കൾക്ക് മനസ്സിലാകാൻ ആകുന്നത്? ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ കാലത്തെ ഇതുകൂടി പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ കണ്ണൂർ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് 1,14,000 മരം മുറിച്ച് കടത്തി. അത് ഒരു കണക്കിലും വന്നിട്ടില്ല. അത് വിജിലൻസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയപ്പോൾ CBIക്കാർ തന്നെ നിർദ്ദേശിച്ചു വിജിലൻസ് അന്വേഷിക്കാൻ പറഞ്ഞു. വിജിലൻസ് അന്വേഷിച്ചിട്ടില്ല. പിന്നെ ചിലർ അത് ലോകായുക്തത്തിലേക്ക് പോയപ്പോൾ ലോകായുക്ത അന്വേഷിക്കാൻ ഉത്തരവിട്ടപ്പോൾ ശങ്കർ റെഡ്ഡിയാണ് ഗവൺമെൻറ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. അതിൻ്റെ ആ റിപ്പോർട്ട് വായിച്ചു വളരെ വിചിത്രമായിട്ട്, ഇത്രമാത്രം വിചിത്രമായി റിപ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശങ്കർ റെഡ്ഡി എന്ന് ആ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. മരം ഉണ്ടായിരുന്നു, വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു, മുറിച്ചു. പക്ഷേ മരം എവിടെ പോയി എന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല, അതിൻ്റെ സമ്പത്ത് എവിടെ പോയി എന്ന് പറയുന്നില്ല. വളരെ വിചിത്രമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കോടിക്കണക്കിന് രൂപ അതിൽ നടന്ന അഴിമതിയെ
രക്ഷിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അവർക്കറിയാം ഇതെങ്ങനെ ഫ്രെയിം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ശങ്കർ റെഡ്ഡി എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ADGP ആയിരിക്കുന്ന അദ്ദേഹത്തെ DGP പദവി നൽകി. ഇവിടെ മുതിർന്ന DGPമാരുണ്ടായിരുന്നിട്ടും അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് ശങ്കർ റെഡ്ഡിയെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴേ പറഞ്ഞു ഈ ഈ തടികടത്തൽ കേസിൽ അവരെ രക്ഷിച്ചതിൻ്റെ ആളാണ് ഇദ്ദേഹം. ഈ കേസ് അദ്ദേഹം തികച്ചും അട്ടിമറിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. ഡോക്ടർ ബിജു രമേശ്, ആർക്കറിയാമെന്നാണ് താങ്കൾ പറയുന്നത്? നമുക്കറിയാം ആ കാലഘട്ടത്തിലെ ഭരണം എന്ന് പറയുന്നത് ഒരു ത്രിമൂർത്തികളിൽ, ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി ആ ത്രിമൂർത്തികളിൽ തന്നെ ഊന്നി നിൽക്കുകയാണല്ലോ. ഈ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഒപ്പം ശ്രീ VM സുധീരൻ. അതിൽ ശ്രീ സുധീരനെ മാറ്റി നിർത്താം എന്ന് തോന്നുന്നു. മറ്റുള്ള ഉപഗ്രഹങ്ങളും കൂടെയുണ്ട്. അതിലൊരു ഉപഗ്രഹമാണ് ഇപ്പോൾ UDF വിട്ട് പുറത്തേക്ക് പോയതും. ആരുടെ ഇടപെടലാണ് ശങ്കർ റെഡ്ഡിക്ക് വേണ്ടി ഉണ്ടായത്? കാര്യം ഈ തടികടത്തൽ കേസിൽ വരുന്ന മുഖ്യമന്ത്രിയും K ബാബുവും ജിജി തോംസൺ അടക്കമുള്ളവർ ആ കേസിൽ പ്രതിയായിട്ട് ഇപ്പോൾ വിജിലൻസ് രണ്ടാമത് കേസ് ക്വിക്ക് വെരിഫിക്കേഷൻ കോടതി ഉത്തരവിട്ട് കേസ് അന്വേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ കേസിലും ഈ ശങ്കർ റെഡ്ഡിയെ കൊണ്ടുവന്ന് ഇരുത്താനും അവരെ ഒരു കേസിൽ നിന്ന് വളരെ വിദഗ്ധമായി രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ശങ്കർ റെഡ്ഡി. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ തന്നെ ഒത്താശയായിരിക്കാം ശങ്കർ റെഡ്ഡിയെ കൊണ്ടുവന്നിരുത്തി ഈ കേസ്. ഈ മാണിസാറിൻ്റെ കാര്യം സമ്മർദ്ദം വളരെയേറെ കൂടി. കാര്യം ബാബുവിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും ക്വിക്ക് വെരിഫിക്കേഷൻ സമയത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇടപെടുകയും കേസ് അട്ടിമറിക്കാനും അവർക്ക് കഴിഞ്ഞു. പക്ഷേ മാണിസാറിൻ്റെ കേസ് അവർ ക്വിക്ക് വെരിഫിക്കേഷൻ സമയത്ത് യാതൊരു ഇടപെടലും നടത്താതെ, അത് പറയുന്ന സുകേശനല്ലല്ലോ നടത്തിയത്, വേറൊരു ടീമായിരുന്നു നടത്തിയത്. അവരുടെ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടപ്പോഴത്തേക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് അസംബ്ലി കഴിയുന്നതിൻ്റെ അതുവരത്തേക്ക് ഇത് കേസ് FIR ഇടരുതെന്ന് പറഞ്ഞു. അസംബ്ലി കഴിഞ്ഞ ദിവസം അന്നേ ദിവസം വൈകിട്ടാണ് കോടതിയിലേക്ക് FIR വിടുന്നത്. അപ്പോൾ മാണിസാറിൻ്റെ കേസിൽ ഇത് വന്നപ്പോൾ മാണിസാർക്ക് അടുത്ത സമ്മർദ്ദം കൊടുക്കാൻ തുടങ്ങി. എന്നെ നിങ്ങൾ കൈവിട്ടു എന്നുള്ള പലപ്പോഴും പറയുകയും ചെയ്തു. ആ മാണിസാർ പിൻവലിക്കുമോ എന്നുള്ള അവരുടെ നൽകിയിട്ടുള്ള പിന്തുണ പിൻവലിക്കുമെന്നുള്ള ഭീഷണികളാവാം ഈ ശങ്കർ റെഡ്ഡിയെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയും ഈ കേസുകൾ അട്ടിമറിക്കാനും ഉണ്ടാക്കിയ സാഹചര്യമാണ്. ഞാൻ തിരിച്ചു വരാം ഡോക്ടർ ബിജു രമേശ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇപ്പോൾ ഡോക്ടർ ബിജു രമേശ് ചൂണ്ടിക്കാട്ടുന്ന അന്നത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ K ബാബുവുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്തതുപോലെ അല്ല ഈ KM മാണിയുടെ കേസ് കൈകാര്യം ചെയ്തത്. നിങ്ങൾ തന്നെ അന്നേ പറയുന്നുണ്ട് ഇരട്ട നീതിയുടെ കാര്യം. ഇപ്പോൾ UDF വിടാനിടയായ സാഹചര്യവും നിങ്ങൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഗൂഢാലോചന സിദ്ധാന്തം നിങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ കോടതി തന്നെ ഇനിയും കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്, ഈ തുടരന്വേഷണം നടക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ് ചതിച്ചു എന്നും ഗൂഢാലോചന നടത്തിയെന്നും കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ പോലും ഉണ്ടായ ഗൂഢാലോചനയെക്കുറിച്ചും നിങ്ങൾ ആരെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്? പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. എനിക്ക് നാണം തോന്നുന്നു. ഇവിടെ ഡോക്ടർ ബിജു രമേശ്, ഡോക്ടർ ബിജു രമേശിനെതിരെ അദ്ദേഹത്തിൻ്റെ പിതാവ് കൊടുത്ത പരാതിയുടെ കോപ്പിയാണ് സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ കൊടുത്ത പരാതി. ആ പരാതിയിൽ പറയുന്നു ഡോക്ടർ ബിനു രമേശ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. ആ ബിനു രമേശിൻ്റെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഡോക്ടറേറ്റാണ്. ഡോക്ടറൊന്നുമല്ല, അദ്ദേഹത്തെ ഡോക്ടർ പറയട്ടെ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഞാൻ ഒന്നിടപെടുകയാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റി നിർത്തുക. ശ്രീ ബിജു രമേശിനെതിരായി താങ്കൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താങ്കൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ ചർച്ചയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭരണ തലത്തിൽ ഇരുന്ന ഒരു മന്ത്രിക്കുണ്ടായ പ്രശ്നം, ആ ആരോപണം, അതിന്റെ പുറത്ത് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു തുടരന്വേഷണം, ആ അന്വേഷണത്തെ കുറിച്ച് വരുമ്പോഴും നിങ്ങൾ പറയുന്നത് ഗൂഢാലോചനയാണ്, ഈ അട്ടിമറിയെക്കുറിച്ചാണ് പറയുന്നത്. ആ കാര്യങ്ങൾ ആരാണ് എന്നാണ് നിങ്ങൾ ഇപ്പോൾ പറയേണ്ടത്. ആരട്ടിമറിച്ചു? നിങ്ങൾ പഴയ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ ആളുകളുടെ പേര് പറയാത്തതുപോലെ ഇതും പറയാൻ ഉദ്ദേശിക്കുന്നില്ലേ? എങ്ങനെ പറഞ്ഞാൽ മതി. കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗൂഢാലോചന ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ബിജു രമേശും SP സുകേശനും ബാർ മുതലാളി കൂടിയായ അടൂർ പ്രകാശും കൂടി ചേർന്ന് സൃഷ്ടിച്ച ഒരു തിരക്കഥയാണെന്ന് യൂത്ത് ഫണ്ട് തന്നെ ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ പരാതിയിലൂടെ പറഞ്ഞു. എനിക്ക് പറയാൻ അവസരമില്ല. നിങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. ബിജു രമേശ് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല. അല്ല, ബിജു രമേശ് അങ്ങനെ വർത്തമാനം പറയാം, എനിക്ക് വർത്തമാനം പറയാൻ അവസരം. ബിജു രമേശ് വർത്തമാനം പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കാം. സുകേശനും ബിജു രമേശും കൂടി ചേർന്നാൽ, അടൂർ പ്രകാശും കൂടി ചേർന്നാൽ ഈ സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടറെ മാറ്റി നിയമിക്കാൻ സാധിക്കുമോ? ശങ്കർ റെഡ്ഡി എന്ന ഒരാളെ അവിടെ കൊണ്ടിരുത്താൻ പറ്റുമോ? സുകേഷിന് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കൈകടത്താൻ ഈ സുകേശനും ബിജു രമേശും കൂടി ചേർന്നാൽ സാധിക്കുന്നതാണോ, പ്രത്യേകിച്ച് KM മാണി സാറിനെ പോലെ ഒരാളുടെ കാര്യത്തിൽ? അല്ല, അതാണല്ലോ പറഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഐക്യ ജനാധിപത്യത്തിൽ നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ, ചില നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആ ഗൂഢാലോചനക്കാർ ബിജു രമേശിനും അല്ലെങ്കിൽ അടൂർ പ്രകാശിനും
സുകേഷിനും ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. പിടിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ള അവസരം മറുപടി പറയുക ദയവായി. നിങ്ങൾ കുടുംബപരമായിട്ടല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മുൻകൂട്ടി കുടുംബപരമായിട്ട് ഇത് പെറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അടിച്ചിറക്കിയപ്പോൾ ഞാൻ തന്നെ ഞാൻ വർത്തമാനം പറയുമ്പോൾ ലഭിച്ചിട്ടില്ല. അങ്ങനെ നടക്കില്ല. നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ വേണ്ടി കയറി ഇരിക്കുന്ന ആളല്ല ഞാൻ. ബിജു രമേശ് വല്ല ഭീഷണിയുടെ മുമ്പിൽ നിന്നും അല്ലെങ്കിൽ മുട്ടുമടക്കുന്ന ആളുകളല്ല ഞങ്ങളൊന്നും. ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, അതാ വ്യത്യാസം. വെറുതെ പറയരുത്. അതല്ലേ അതിന്റെ കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് സമ്പാദിച്ചതിന്റെ തട്ടിപ്പാടത്തിന്റെ സ്വന്തം പിതാവ് ശരി. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇപ്പോ ഡോക്ടർ ബിജു രമേശിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്, കെ എം മാണി സാറിനെതിരായിട്ടുള്ള കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് ആരാണ് കെ എം മാണി സാറിനെ ചതിച്ചത് എന്ന് ചോദിച്ചപ്പോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ ബിജു രമേശിനെതിരായിട്ടുള്ള കുറെ രേഖകളാണ് എടുത്ത് കാണിച്ചത്. അതാണോ? അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ തീരുന്നതാണോ ഈ പ്രശ്നങ്ങൾ? അല്ല, ഞാനത് സൂചിപ്പിച്ചു. എനിക്ക് പറയാൻ അവസരം എന്താ? ഞാൻ പറയാം. ഇത്രേ ഉള്ളൂ. കേരള കോൺഗ്രസ് പാർട്ടിയെ ചതിക്കാൻ വേണ്ടി ബോധപൂർവമായി അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നിൽ നിന്നും കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകുമെന്ന് ചില തെറ്റിദ്ധാരണ ഇവിടെ ചിലർ പരത്തി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു ചിലർ ധരിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF-ലെ ചില നേതാക്കന്മാർ, കോൺഗ്രസിലെ ചില നേതാക്കന്മാർ കൂടി ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് കേസ് മാണി സാറിനെതിരെ മാത്രം എടുത്തിരിക്കുന്നത്. ബിജു രമേശിനെ ഞാൻ വെല്ലുവിളിക്കുക. അദ്ദേഹം കെ എം മാണി സാറിന്റെ കാര്യം മാത്രം പറയുന്നു. അദ്ദേഹം 4 മന്ത്രിമാരെ കാര്യം പറഞ്ഞു. രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തു പറഞ്ഞു. ഇപ്പൊ കെ ബാബുവിനെ പണം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. VF ശിവകുമാർ പണം കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങളെ തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ വെല്ലുവിളിക്കുക. നിങ്ങൾ ആക്ഷേപം വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ആരാ കൊടുത്തത്? രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ. VF ശിവകുമാറിന് കൊടുത്ത കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ. അതൊക്കെ ഇപ്പോൾ നിങ്ങൾ വിഴുങ്ങിയിരിക്കുന്നല്ലോ. അതായത് 31 നിങ്ങൾ വിഴുങ്ങിയിരിക്കുന്നു. നിങ്ങൾ കെ എം മാണിക്കെതിരെ മാത്രം വർത്തമാനം പറയുന്നു. 31/10/2014 ബിജു രമേശ് മാണി സാറിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു. ഉടൻ തന്നെ ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിടുന്നു. എന്നോർക്കണം, ഒരു മന്ത്രിസഭയിലെ ഒരു സഹപ്രവർത്തകനാണ് കെ എം മാണി സാറ്. അദ്ദേഹത്തിനെതിരെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു ക്വിക്ക് വെരിഫിക്കേഷന് ഉടൻ തന്നെ യാതൊരു അന്വേഷണവും ഇല്ലാതെ അദ്ദേഹം ക്വിക്ക് വെരിഫിക്കേഷന് ഉത്തരവിടുകയായത്. ഞാൻ ചോദിക്കും, ഇത് എവിടെയും നടന്നു? ഇത് മറ്റ് 4 മന്ത്രിമാർക്കെതിരെ ഉണ്ടായല്ലോ. ആ 4 മന്ത്രിമാർക്കെതിരെ എത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ലല്ലോ. അന്വേഷണത്തിന് എന്റെ മൊഴിയെടുക്കുന്നതിന് പകുതിയായപ്പോൾ തന്നെ DGP-യുടെ ഭാഗത്ത് ഇടപെടൽ വന്നു. അന്ന് ഞാൻ ചാനലിൽ പറഞ്ഞതാണ്, അത് അട്ടിമറിക്കപ്പെട്ടു. ബാബുവിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ബാബുവിന്റെ അന്വേഷണം വന്നപ്പോ അട്ടിമറിക്കപ്പെട്ടു. ബാബു മാത്രമല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇവിടെ VS ശിവകുമാറും രമേശ് ചെന്നിത്തലയും എവിടെ പോയി? അങ്ങനെയെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ കേസെടുക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ബോധപൂർവ്വം ശിക്ഷിച്ച കേസാണ്, അതുകൊണ്ട് മാണി സാറിനെതിരെ മാത്രം ഉന്നയിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. നമുക്കറിയാം, ഈ കേസ് ആരാണ് അന്വേഷിച്ചത്? SP സുകേശനും മിസ്റ്റർ ബിജു രമേശും തമ്മിലുള്ള ബന്ധം ആർക്കാണ് അറിയില്ലാത്തത്? അദ്ദേഹം SP സുകേശന് തിരുവനന്തപുരത്ത് ഫോർട്ട് SI ആയിരുന്നപ്പോൾ, സർക്കിളായിരുന്നപ്പോൾ ബിജു രമേശിന്റെ വീട്ടിലെ അടുക്കളക്കാരനെ പോലെ സേവ ചെയ്തയാളാണ്. അദ്ദേഹത്തെയാണ് ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. ഈ പറയപ്പെടുന്ന കുറ്റക്കാരനല്ല. കള്ളം പറയരുത്. ജീവിതത്തിൽ 4 എടുക്കാനായിട്ടുള്ളപ്പോ എന്റെ വീട്ടിൽ അടുക്കളക്കാരനായിരുന്നു എന്ന് താങ്കൾ കണ്ടിട്ടുണ്ടോ? ശ്രീ സജി മഞ്ഞക്കടമ്പൻ, നമ്മൾ ഈ അടുക്കള കാര്യങ്ങളൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പറയേണ്ടി വരും. അതൊന്നും അല്ലല്ലോ വിഷയം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഒറ്റ ഉത്തരം, നിങ്ങൾ ഈ ചതിച്ചു എന്നും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നും പറയുന്നതിന് കാരണം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ പേരുകാരുടെ കാര്യത്തിൽ ഇപ്പൊ കെ എം മാണി സാറിനുണ്ടായ ആ അനുഭവം കൂടി ഉണ്ടാകണം എന്നതാണോ നിങ്ങളുടെ വാദം? അല്ല, ഞങ്ങൾ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കെ എം മാണി സാർ മന്ത്രിയായിരുന്ന സമയത്ത് ബിജു രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ബാർ മുതലാളി, അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ പുഷ്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ സുകേശൻ എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ
അദ്ദേഹം ഉടനെ എഴുതിയിരിക്കുന്നു, KM മാണിക്ക് മുൻകാലങ്ങളിൽ ഒട്ടേറെ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ, 50 വർഷത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തന കാലഘട്ടങ്ങളിൽ ഒരു കേസ് പോലും ഇല്ല അദ്ദേഹത്തിന്റെ പേരിൽ. അതൊന്നുമല്ല ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അതൊന്നുമല്ല. ഈ ശാസ്ത്രീയമായ അന്വേഷണം പൂർത്തിയാക്കിയില്ല. സുകേശൻ നടത്തിയ അന്വേഷണങ്ങൾക്ക് ഒരു തുമ്പുണ്ടായില്ല, അതിനൊരു അവസാനം ഉണ്ടായില്ല. അതിനു മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറുന്നു, റിപ്പോർട്ടിനകത്ത് കൈകടത്തൽ ഉണ്ടാകുന്നു. അതിന് ശേഷം ശങ്കർ റെഡ്ഡി ഇടപെട്ടു എന്ന ഈ പുതിയ ആരോപണം ഉണ്ടാകുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കോടതി ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തുടരന്വേഷണം പറയുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുകയല്ലേ വേണ്ടത്? സത്യങ്ങൾ പുറത്തു വരില്ലേ? അല്ല, സത്യങ്ങൾ പുറത്തുപോട്ടെ. ഞങ്ങൾ മാണി സാർ പറഞ്ഞല്ലോ, 101 തവണ അന്വേഷിച്ചാലും കേരള കോൺഗ്രസ് പാർട്ടിക്കോ KM മാണി സാറിനോ യാതൊരു ഭയപ്പാടുമില്ല, അന്വേഷിക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്വാഭാവികമായും കോടതിയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ല മറ്റൊരാൾ സാധാരണക്കാരനാവട്ടെ ഒരു കേസ് കൊടുത്താൽ കോടതി ഒരു പക്ഷേ കേസ് അത് പരിഗണിച്ചു എന്നിരിക്കാം. പക്ഷേ എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കും, നിങ്ങൾ ഓർക്കണം, മിനിങ്ങാന്ന് കേസ് കൊടുത്തു കോടതിയിൽ, ഇന്നലെ കേസ് പരിഗണിച്ചു, ഇന്നാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് അരമണിക്കൂർ മുമ്പ് പത്രമാധ്യമങ്ങളിൽ ആ വിഷയങ്ങൾ വന്നു. നിങ്ങൾ ഓർക്കണം എങ്ങനെ വന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ഡൊമിനിക് പ്രസന്റേഷൻ, ഇതാണ് പ്രശ്നം. അതായത് KM മാണി സാറിന്റെ കാര്യത്തിൽ നടന്നതുപോലെയുള്ള അന്വേഷണത്തിന്റെ ഘട്ടങ്ങൾ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. K ബാബുവിനെ കുറിച്ചോ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പരാതികളൊക്കെ വന്നപ്പോൾ അവിടെ ഉണ്ടായ ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ അത് വിഴുങ്ങുന്ന രീതിയിൽ, അതിനെ മറയ്ക്കുന്ന രീതിയിൽ, ആരെയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന പോലെ KM മാണി സാറിനെ മാത്രം പെടുത്താൻ ശ്രമിച്ചതുപോലെ ചെയ്തതാണ് കണ്ടത്. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പരാതി. അത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ശങ്കർ റെഡ്ഡിയെ ഈ രീതിയിൽ സ്വാധീനിച്ച് കേസ് അട്ടിമറിച്ച് ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് എവിടെയാണ് ഇടപെട്ടത്? അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ലാലിനെ ഓർപ്പിക്കാനുണ്ട്. ലാൽ ഇവിടെ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് ഈ വിജിലൻസ് കോടതിയുടെ പുതിയ അന്വേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ബിജു രമേശ് ഇതുമായി ബന്ധമില്ലാത്ത നിരവധി ആരോപണങ്ങൾ പലരെക്കുറിച്ചുകൂടെ പറഞ്ഞു. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഇടപെടാൻ. ബിജു രമേശ് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്? ഇവിടെ 20,000 കോടി ഉണ്ടാക്കി, മരം വെട്ടി, അതൊക്കെ കേൾക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. അതല്ല ചർച്ച എന്നെ വിളിച്ചത്. അതുകൊണ്ട് അങ്ങ് ആങ്കർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ യഥാർത്ഥത്തിൽ വിളിച്ച കാര്യത്തിൽ നമുക്ക് സംസാരിക്കാം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സജി പറഞ്ഞതുപോലെ പല കാര്യം പറയേണ്ടി വരും. അതുകൊണ്ട് അതിലേക്ക് എന്നെയും വലിച്ചിഴക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഞാൻ ബിജു രമേശിനോട് ഇപ്പോൾ ആവശ്യപ്പെടാം, എന്തായാലും ഈ 20,000 കോടിയോ മറ്റു കോടികളോ ഉണ്ടെങ്കിൽ ദയവായി അത് പറയല്ലേ, അത് കേൾക്കാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷന് താല്പര്യമില്ല. ഇത് ഞാൻ പറയാം, അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ പറയാതിരിക്കട്ടെ. പക്ഷേ ഇനി പലതും പറയേണ്ടി വരുമെന്ന് അങ്ങ് ഭീഷണിപ്പെടുത്തുന്നത് പോലെ എങ്ങനെയാണ് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? പലതും പറയണ്ടേ, ആളുകൾ അറിയണ്ടേ, എന്താണ് മറച്ചു വെക്കാനുള്ളത്? കോടതിയും ഇന്ന് ചോദിച്ചത് അതാണ്. ഈ മറച്ചു വെക്കപ്പെട്ട സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ എന്നാണല്ലോ കോടതിയും പറയുന്നത്. എന്താണ് ഇതിനകത്ത് മറച്ചു വെച്ചത്? ആരാണ് മറച്ചു വെക്കാൻ കൂട്ടുനിന്നത്? ലാല് അപ്പോഴും ലാൽ എന്തിനാ സജി എടുത്ത് കയറിടോട്ടെ? എന്തിനാ ഈ പറയുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി സജി പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇടപെട്ടില്ലേ? ബിജു രമേശിന്റെ പഴയ പാസ്റ്റിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് ശ്രീ സജി പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലേ? തീർച്ചയായും ബിജു രമേശിന്റെ ഹിസ്റ്ററി അന്വേഷിക്കാനുള്ള ചർച്ചയല്ലോ. ഈ ബിജു രമേശിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? ഈ K ബാബുവിനെതിരെ പരാതി കൊടുത്തതും ഈ അഴിമതി ആരോപണം പറഞ്ഞതും ആരാണ്? ഈ ബിജു രമേശ് അല്ലേ? നിങ്ങൾ ഒരു കേസെങ്കിലും എടുത്തോ? K ബാബുവിനെതിരെ കുറ്റമില്ല എന്ന് നിങ്ങളുടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയല്ലോ. ഈ ശങ്കർ റെഡ്ഡി ഇടപെട്ട് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ K ബാബുവിനെതിരെ പരാതി പറഞ്ഞ ബിജു രമേശ്, ഇത്രയും മോശപ്പെട്ട ഹിസ്റ്ററി ഉള്ള ബിജു രമേശിനെതിരെ നിങ്ങൾ ഒരു കേസ് പോലും എടുത്തില്ല? ആര് പറഞ്ഞ കേസില്ലാന്ന്? ബാബു ഡെഫർമേഷൻ കേസ് കൊടുത്തു എറണാകുളത്ത്. ആ ഡെഫർമേഷൻ കേസ് ട്രയൽ വന്നപ്പോഴേക്കും ബിജു രമേശ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. ലാല് അറിയാതെ കാര്യം പറയരുത്. K ബാബു ഡെഫർമേഷൻ കേസ് എറണാകുളത്ത് കൊടുത്തു. ട്രയൽ വന്നപ്പോഴേക്കും ബിജു രമേശ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നു. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിജു രമേശിനായിട്ടുള്ള മാനനഷ്ട കേസ് ട്രയൽ നടക്കും. തെളിവ് കൊടുക്കട്ടെ. ലാൽ അങ്ങനെ സൈഡ് പിടിക്കാൻ ശരിയല്ല. പിന്നെ അപ്പൊ അങ്ങനെയാണ് KM മാണി സാറിനെതിരായിട്ട് ബിജു രമേശ് പറഞ്ഞപ്പോ, VS ശിവകുമാറിനെതിരായിട്ടോ മറ്റു നേതാക്കൾക്കെതിരായിട്ടോ ബിജു രമേശ് പറഞ്ഞപ്പോൾ ഈ K ബാബുവിനെതിരെ കേസ് അദ്ദേഹം കൊടുത്തതുപോലെ ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കാൻ മറ്റുള്ളവർക്ക് ധൈര്യം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ചോദിക്കണ്ടേ? അത് അന്വേഷിക്കേണ്ടത് ആരാണ് ചോദിക്കേണ്ടത്?
അത് ലാൽ ചോദിക്കട്ടെ, അവരുടെ അടുത്താണ്. കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ കെ മാണിയുടെ കാര്യത്തിൽ സജി മഞ്ഞക്കടമ്പൻ പറയട്ടെ, കോൺഗ്രസ് നേതാക്കളുടെ കാര്യത്തിൽ ഡൊമിനിക് പ്രസന്റേഷന് ഉത്തരവാദിത്തമില്ലേ? അല്ലല്ല, അങ്ങനെയല്ല. മാണി സാർ UDFന്റെ പാർട്ടായിരുന്നപ്പോൾ ഉണ്ടായ സംഭവമാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം മാറിയിട്ടില്ല. ലാൽ അങ്ങനെ എടുക്കണ്ട. കെ മാണി സാറ് UDFന്റെ പാർട്ടായിട്ട് നിന്നപ്പോൾ ഉണ്ടായ സംഭവമാണ്. അന്ന് അന്വേഷണം നടത്തി. അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന് എതിരായിട്ടാണ് ഇപ്പോഴ് വിജിലൻസ് ജഡ്ജി വീണ്ടും അന്വേഷിക്കട്ടെ. പക്ഷേ UDFന്റെ ഭാഗമായി കെ മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പ്രതിരോധിച്ചതുപോലെ അല്ലല്ലോ ഇന്ന് സംഭവിച്ചത്. ഇന്ന് നിങ്ങൾ സുകേഷിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കെ മാണി സാർ നിരപരാധിയാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് അത് ഒന്നും പറയാൻ, കുറ്റം ചെയ്തെന്നോ ഇല്ലെന്നോ പറയാൻ ഇപ്പോൾ പറ്റില്ല എന്നാണ്. അതായത് UDFൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു രീതി, ഇപ്പോൾ പുറത്തു വന്നപ്പോൾ വേറൊരു രീതി. ഈ സുകേഷിന്റെ കാര്യത്തിൽ പക്ഷേ നിങ്ങൾ ആഞ്ഞടിക്കുന്നുണ്ട്. കാരണം മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പരാതി ഇനിയും വന്നേക്കാം. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞതുപോലെ ലാൽ അങ്ങനെ വളച്ചൊടിക്കരുത്. ലാൽ അങ്ങനെ വളച്ചൊടിക്കുക ശരിയല്ല. ലാൽ ആങ്കർ ചെയ്യുന്ന ആളല്ലേ. ഇവിടെ സുകേഷ് എന്ന 2 റിപ്പോർട്ടും കൊടുത്തത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ മറ്റേ വിജിലൻസ് ഉണ്ടല്ലോ, ശ്രീ JK തോമസ്, അദ്ദേഹം ഈ ഫയലൊക്കെ കാണില്ലേ? ഒരു ഡയറക്ടർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ അവകാശം ഡയറക്ടർക്കുണ്ട്. അതല്ല ഇപ്പോഴും ഡയറക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ റെഡി ചെയ്തപ്പോൾ തെറ്റ്, ഇപ്പോൾ നിങ്ങൾ പറയുന്ന പരിശുദ്ധനായ, ഞാൻ കോട്ട് ചെയ്യാം, പരിശുദ്ധനായ ശ്രീ JK തോമസ് പറയുമ്പോഴേ അത് ശരിയല്ലല്ലോ. ഡയറക്ടർ ഓഫ് വിജിലൻസിന് ചില അധികാരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. നേരത്തെ റെഡ്ഡി എടുത്ത് റിപ്പോർട്ട് കൊടുത്തു, റെഡ്ഡി അതിൽ അപാകത കണ്ടു, അതല്ലേ ഇദ്ദേഹം തിരുത്തി കൊടുത്തത്. ഇപ്പോഴാണ് പറയാൻ അദ്ദേഹം അന്ന് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ സുകേശൻ എന്ന് പറയുന്ന ആ വ്യക്തി 2 റിപ്പോർട്ടും കൊടുത്തയാൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴേതായാലും അദ്ദേഹം അന്വേഷിക്കില്ല ഡയറക്ടർക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് സുകേശൻ അന്ന് ശങ്കർ റെഡ്ഡി ഈ കാര്യത്തിൽ ഇടപെട്ടെങ്കിൽ അന്ന് പരാതിയുമായി മുന്നോട്ട് വരാത്തത്, കോടതിയെ സമീപിക്കാത്തത്? ഇന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുന്നത്? ഇതാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനെ പോലുള്ളവർക്ക് അറിയേണ്ട ആദ്യത്തെ കാര്യം. ലാലിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് അട്ടിമറിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നേതൃത്വം കൊടുക്കുന്നു, വിജിലൻസ് തലവൻ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കണം. സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കണം. ഇത് ജനത്തിന് താല്പര്യമുള്ളതാണ്. അത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ഫസ്റ്റ് റിപ്പോർട്ട് സമയമെടുത്ത് നൽകിയ റിപ്പോർട്ടായിരുന്നു. ഒരുപാട് സമയമെടുത്ത് നൽകിയ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായി പിന്നീട് വന്ന റിപ്പോർട്ട് ആദ്യം എടുത്ത സമയം ശാസ്ത്രീയമായ പരിശോധനയുടെ 10-1 സമയം പോലും എടുത്തിട്ടില്ല. ആ റിപ്പോർട്ടിലാണ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് ആദ്യം ഇവിടെ നേരത്തെ ഒരുമിച്ച് ഇപ്പോൾ വേറിട്ട് നിൽക്കുന്ന 2 പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മറുപടി സമൂഹത്തോട് നൽകേണ്ടത്. ഞങ്ങൾക്ക് അന്ന് തന്നെ കൃത്യമായി ഇതിനകത്തൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. സമയമെടുത്ത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമായി പെട്ടെന്ന് മറ്റൊരു റിപ്പോർട്ട് നൽകുന്നതിന് പിന്നിൽ സമ്മർദ്ദമുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാകാം, മറ്റ് പ്രലോഭനങ്ങളുണ്ടാകാം, ഭീഷണി ഉണ്ടാകാം, എന്തും ആയിക്കോട്ടെ, അതൊക്കെ അന്വേഷിക്കട്ടെ. അതെന്ത് ഏത് എങ്ങനെ എന്നൊന്ന് ഊഹിച്ച് പറയാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും അറിയുന്നത് ഇവിടെ ചിലത് പറയാൻ പറ്റാത്തത് പറയാനോ ഞാൻ തയ്യാറല്ല. അത് അന്വേഷണത്തിൽ അതുൾപ്പെടെ വരേണ്ടതുണ്ട്. അങ്ങനെ മാറിപ്പോയത് മാറി കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പോരായ്മ മാത്രമായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ? അതിലേക്ക് സമ്മർദ്ദം ചെലുത്തിയ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തിയവരുടെ പ്രധാനപ്പെട്ട പോരായ്മ കൂടിയായിട്ട് കാണണ്ടേ? അപ്പോൾ അവിടെ കുറ്റം പറയേണ്ടത് ഈ ഉദ്യോഗസ്ഥന് മാത്രമാണോ? അവിടെ കുറ്റം പറയേണ്ടത് സെക്കൻഡ് റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ ഇടപെട്ടുന്നതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രലോഭനങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിയ ആളുകളല്ലേ? അവരല്ലേ ഒന്നാം പ്രതി? അതല്ലേ ഗൗരവമേറിയത്? അതല്ലേ ഒരു നിയമവിരുദ്ധവും നീതി നടപ്പിലാക്കുന്നതിന് തടസ്സവുമായ ഒരു സംഭവം എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അതിന് ഉത്തരം പറയണം. 2, UDFന്റെ ഭരണകാലത്തുള്ള കാര്യങ്ങൾ പഴയത് ഒന്നും തന്നെ പറയേണ്ടതില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ഞാൻ യോജിക്കുന്നു.
അത് ജനം വിധി എഴുതിയാണ്, ജനം വിലയിരുത്തിയാണ്. പക്ഷെ ഒരു കാര്യം, യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വിജിലൻസ് സ്വതന്ത്രമായിരുന്നില്ല. യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നീതിപൂർവവും നിഷ്പക്ഷവുമായി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സ്ഥിതി എന്തായിരുന്നു? IAS IPS കേഡർമാർ മുതൽ താഴോട്ട് അവർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന റോളുകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നടത്തി. ഞാനത് ആവർത്തിക്കുന്നില്ല, നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ വിജിലൻസ് ഇൻഡിപെൻഡൻ്റായി മാറുന്നു, വിജിലൻസ് സ്വതന്ത്രമാകുന്നു, വിജിലൻസ് ഇടപെടുന്നു, പോലീസിനെ സ്വതന്ത്രമാക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ജനം സന്തുഷ്ടരാണ്, ജനം നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം നടത്തണം. നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ശ്രീ ബാബുവിൻ്റെ കാര്യത്തിൽ ഡിഫേമേഷന് കേസ് കൊടുത്തുവെന്ന് ചോദിക്കാതെ തന്നെ പറഞ്ഞു. അത് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പ്രതികരിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം അത് പറയണം. എന്നാൽ അതുപോലെ തന്നെ ശിവകുമാർ ആയാലും ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണത്തിനകത്ത് ഡിഫോമേഷന് കേസ് കൊടുക്കാഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അത് അവരോട് ചോദിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബാബുവിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഇത് തന്നെ പറയണമായിരുന്നു. ബാബുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക ന്യായീകരണം, ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ, ശിവകുമാറിനും രമേശ് ചെന്നിത്തലക്കും ആ പ്രൊട്ടക്ഷൻ നൽകാത്ത രീതിയിലേക്ക് പോയത് എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യുന്ന കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കാം. അത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആണ് പറയേണ്ടത്. അതാണോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? താങ്കൾക്ക് അതിന് മറുപടി ഉണ്ടോ? ലാൽ ഇങ്ങനെ ഇരുന്ന് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് പറയാൻ തിരിച്ചു പറയേണ്ടി വരും. അത് ശരിയല്ല. നിലപാടെടുക്കുന്നത് ശരിയല്ല. നിങ്ങൾ കുറെ മാന്യമായിട്ട് വരാം. ഞങ്ങളുടെ പാർട്ടിക്ക് ഗ്രൂപ്പ് വെച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ചോദിച്ചില്ലേ ബാബു കേസ് കൊടുത്തോണ്ടാണ് ഞാനത് പറഞ്ഞത്. അവർ കേസ് കൊടുത്തില്ല. ബാബു കേസ് കൊടുത്ത് ബിജു രമേശ് കുടുങ്ങുക കേസിൽ തെളിവൊന്നുമില്ലല്ലോ. ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ വാങ്ങിച്ചിരിക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് കേസ് ട്രയലിൽ വരണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ റിയാസ് പറഞ്ഞത് എവിടെ 2 റിപ്പോർട്ടുള്ള റിയാസ്? ട്രിവാൻഡ്രം വിജിലൻസ് കുടുംബം ഒറ്റ റിപ്പോർട്ടേ ഉള്ളൂ. അത് സുകേഷൻ കൊടുത്ത വിടുതൽ റിപ്പോർട്ടാണ്, വേറെ റിപ്പോർട്ടില്ല. നിങ്ങളിവിടെ ട്വിസ്റ്റ് ചെയ്യാണ്. ഒന്ന് പറയാമോ? ആദ്യത്തെ കൊടുത്ത റിപ്പോർട്ട് 2 റിപ്പോർട്ടില്ലല്ലോ, ആകെ ഒരു റിപ്പോർട്ടേ കൊടുത്തിട്ടുള്ളൂ കോടതിയിൽ. അത് മാണി സാറ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് റെഡ്ഡിക്ക് ശ്രീ സുകേശൻ കൊടുത്തു എന്ന് പറയുന്ന ഡയറക്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് അത് പുറത്തു വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കാര്യം ട്വിസ്റ്റ് ചെയ്യരുത്. ഇവിടെ വിജിലൻസ് കൊടുക്കുമ്പോൾ ഒറ്റ റിപ്പോർട്ടേ ഉള്ളൂ, മാണി കുറ്റക്കാരനല്ല, മാണി സാറ് കുറ്റക്കാരനല്ല. ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് വീണ്ടും ഇപ്പൊ അന്വേഷിക്കാൻ അട്ടിമറി സൂചന നൽകിയിട്ടുണ്ട് ശ്രീ സുകേശൻ. അത് കോടതിയുടെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുന്നതും അതുകൊണ്ടാണെന്ന് ഇന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. ഒപ്പം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ നടക്കാത്തതും അതെന്തുകൊണ്ടാണെന്നുള്ളതും പറയുന്നത്. ഒരു മിനിറ്റ് പറയാം. ഞാൻ പറഞ്ഞില്ല, കേസ് ഡയറി അല്ലല്ലോ റിപ്പോർട്ട് എന്ന് പറയുന്നത്. കേസ് ഡയറി റിപ്പോർട്ടിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഈ ശങ്കർ റെഡ്ഡി പറഞ്ഞിട്ടുണ്ടല്ലോ, റിപ്പോർട്ടിനകത്ത് അദ്ദേഹം ഇടപെട്ടു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് ഡയറക്ടർ ഇടപെടുന്നത് എങ്ങനെയാണ് ഒരു സാധാരണ ഘട്ടത്തിൽ? അതിനകത്ത് ചില തെറ്റുകൾ ഉണ്ടായിരുന്നു, അത് നേരെ ആയിരുന്നില്ല, അത് പിഴവുകൾ ഉള്ളതായിരുന്നു എന്നാണ് ശങ്കർ റെഡ്ഡി ഇപ്പോഴും പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഡൊമിനിക് പ്രസന്റേഷൻ അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഡയറക്ടർ പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കിയ റിപ്പോർട്ടിനകത്ത് പിഴവുകൾ ഉണ്ടെന്ന്. അദ്ദേഹം എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുക? അദ്ദേഹമല്ല ഡയറക്ടർ, ഹീസ് ദ ഡയറക്ടർ. അദ്ദേഹത്തിന് എന്താ ഇതെന്ന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ലേ? ഡയറക്ടർ ഓഫ് വിജിലൻസിന് റിപ്പോർട്ട് നോക്കാനുള്ള അവകാശമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തെറ്റായി പോയാൽ കറക്റ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് അദ്ദേഹത്തിന്. മുഹമ്മദ് റിയാസ് പറയൂ, എന്താണ് അദ്ദേഹത്തിന് അവകാശം ഉണ്ടത്? നിങ്ങളെന്താ ഇല്ലെന്ന് ഇപ്പോഴത്തെ ഡയറക്ടർ ചെയ്യില്ലേ? ഞാൻ ചർച്ച പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പത്തിനും ലാല് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് അത് ചോദ്യമായി ചോദിച്ചു. പിന്നെ അദ്ദേഹം തന്നെ പോവുകയാണ്. അദ്ദേഹം ഇവിടെ റിപ്പോർട്ടുകളെ കുറിച്ച് പറഞ്ഞു. റിപ്പോർട്ടുകളെ കുറിച്ച് പറഞ്ഞ് നമുക്കതിൻ്റെ മാനുവൽ എടുത്ത് പരിശോധിക്കാം. ഞാൻ സമയം തരികയാണെങ്കിൽ നമുക്ക് രണ്ടാക്കും പരിശോധിക്കാം, നെറ്റിലെടുത്ത് പരിശോധിക്കാം. അതിനകത്തുള്ള രീതികളാണ് പിന്തുടരുന്നത്. കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ റിപ്പോർട്ട് മടക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാമത് കൊടുത്തത്. ആദ്യത്തെ റിപ്പോർട്ടിനകത്തുള്ള പരായ്മ കൃത്യമായി മേലുദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി. അതായത് അദ്ദേഹം ഉദ്ദേശിച്ച പോലെയല്ല റിപ്പോർട്ട്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണോ വേണ്ടത് എന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ച മന്ത്രിസഭയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ആഗ്രഹിച്ചതുപോലെയല്ല റിപ്പോർട്ട്. അതിൻ്റെ ഭാഗമായി മേലുദ്യോഗസ്ഥൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഇപ്പം അദ്ദേഹം തന്നെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ തന്നെ സമ്മതിച്ചു, ലാല് തന്നെ ചോദിച്ചു, ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ഡയറക്ടർ കൊടുത്തിട്ടില്ലേ? ആ അഭിപ്രായ വ്യത്യാസം വന്നു.
ആ അഭിപ്രായ വ്യത്യാസം വന്നതിന്റെ ഭാഗമായിട്ടാണ് ഡയറക്ടർ ആഗ്രഹിക്കുന്നത് പോലെ, ഡയറക്ടറെ ഇതിനു വേണ്ടി നിയോഗിച്ച രാഷ്ട്രീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് പോലെ റിപ്പോർട്ട് വന്നത്. അവിടെ പ്രശ്നം ഫസ്റ്റ് റിപ്പോർട്ടിന് എടുത്ത സമയം, ഫസ്റ്റ് റിപ്പോർട്ടിനെടുത്ത ശാസ്ത്രീയമായ ഇടപെടൽ, ഫോണിന്റെ പരിശോധന, മറ്റു പല കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതൊക്കെ എടുത്ത സമയം, അത്ര സമയമെടുത്ത് നടത്തിയ ഒരു റിപ്പോർട്ടും ഇങ്ങനെ ഒരു ഇടപെടലിന്റെ ഭാഗമായി അതിന്റെ 10-1 സമയം പോലും എടുക്കാതെ എടുത്ത റിപ്പോർട്ടും, അത് രണ്ടും നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതായിരിക്കും ശരി? വകതിരിവുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റം വന്നു, ഇത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇപ്പൊ ചർച്ച ചെയ്യേണ്ടതൊക്കെ നാട്ടിനറിയാം. ഇത് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്ത നമ്മളൊക്കെ പറഞ്ഞതാണ്, പ്രസംഗിച്ചാണ്, ചാനലിൽ ചർച്ച ചെയ്ത്. അപ്പൊ ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത് പഴയ കഥയാണ്. ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ വയ്ക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മടിയിൽ കനം വന്നു. അതാണ് ഇപ്പൊ പറ്റിയത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, ഒരു സംശയമില്ല. ഉപ്പ് ആരൊക്കെ തിന്നുണ്ടവരൊക്കെ വെള്ളം കുടിക്കും. ശ്രീ കെ എം മാണി മാത്രമാണോ ബാക്കിയുള്ളവരാണോ? വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് കെ എം മാണി സാറും താങ്കളെ പോലുള്ളവരും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നത്തെ ദിവസം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഈ മടിയിൽ കനമുള്ളത് കൊണ്ടാണോ ഈ ഡിഫമേഷൻ കേസ് കൊടുക്കാതിരുന്നത് എന്ന ചോദ്യം വേണമെങ്കിൽ ഉയരാം. മറുപടി ഉണ്ടോ? അല്ല, ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട മാനസാനെതിരെ അനാവശ്യമായ ആക്ഷേപം ഉന്നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയും ഇവരുടെ പുതുശ്ശേരി അടക്കമുള്ള ആളുടെ പരാതി കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ റിയാസ് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ആദ്യം വളരെ കൃത്യമായി അന്വേഷിച്ച് സമയമെടുത്ത് റിപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം എങ്ങനെയാണ് ഈ രണ്ടാമത്തെ റിപ്പോർട്ടിൽ കെ എം മാണി കുറ്റവിമുക്തനായത്? എൻ്റെ റിയാസ് ഇന്ന് വളരെ ശാസ്ത്രീയമായ അന്വേഷണ രീതികളുണ്ടല്ലോ. എന്താ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. പാലായിലെ ബഹുമാനപ്പെട്ട മാണി സാറിന് സാജു ഡൊമിനിക് എന്ന് പറഞ്ഞ പൊൻകുന്നത്തുള്ള ബാറുടമ പാലായിൽ കൊണ്ടുപോയി പണം ഇന്ന ദിവസം ഇന്ന സമയം കൊടുത്തു എന്ന് പറഞ്ഞു. അത് വിജിലൻസ് അന്വേഷിച്ചു. സാജു ഡൊമിനിക് എന്ന് പറഞ്ഞ ബാർ ഉടമ അന്ന് പാലായിൽ വന്നിട്ടില്ല. അദ്ദേഹം പൊൻകുന്നം ടവറിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ അങ്ങോട്ടും പോയിട്ടില്ല. അന്വേഷണം നടത്തി. അദ്ദേഹം പാലാ മഹാറാണി ബാറിൽ പല ബാർ ഉടമകളും ഒരുപക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ മൊബൈൽ വേറൊരിടത്തും ടവർ വേറിടത്തും അവർ നിന്നത് വേറെ സ്ഥലത്തും ഒക്കെയാണെന്ന് ഉള്ള തെളിവുകളൊക്കെ വന്നിട്ടുണ്ട് ചില ആളുകളുടെയൊക്കെ കാര്യത്തിൽ. ഒരുപക്ഷെ ശ്രീ രാജ്കുമാർ ഉണ്ണിയെപ്പോലുള്ളവരൊക്കെ ഈ കാര്യത്തിൽ ആദ്യം ഒന്ന് പറയും, ഈ കാര്യങ്ങളിൽ നിന്ന് മൊഴി കൊടുക്കുന്നതിൽ നിന്ന് അകന്നകന്ന് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് തുടക്കത്തിൽ. ഇന്ന് ബിജു രമേശ് തന്നെ പറഞ്ഞത് എന്താണ്? അവരുടെ അസോസിയേഷനിൽപ്പെട്ട പലരും അന്ന് മൊഴി കൊടുക്കാൻ തയ്യാറാകാതിരുന്നവരൊക്കെ ഇപ്പോൾ മൊഴി കൊടുക്കാൻ പുതിയ അന്വേഷണ സാഹചര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രീയ അന്വേഷണത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. ഈ ശങ്കർ റെഡ്ഡി എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ഈ ശബ്ദരേഖ അന്നൊരു ഗ്രൂപ്പ് ഒരുമിച്ച് ഗൂഢാലോചന നടത്തി എന്നുള്ള രീതിയിലേക്ക് ഇന്ന് മാണി സാർ പറഞ്ഞ ശബ്ദരേഖയുണ്ടല്ലോ, അതൊക്കെ തള്ളുകയാണ് ചെയ്തത്. എടുക്കേണ്ടതായിരുന്നു. മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവരറിയാതെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പറഞ്ഞു തീർക്കട്ടെ, എനിക്ക് അവസരം എന്താ? ഞാൻ പറഞ്ഞു, ഇവർ പറഞ്ഞ 3 തവണയാണ്, 2 തവണ. രണ്ടാമത് അമ്പിളി എന്ന് പറഞ്ഞ ബിജു രമേശിന്റെ ഡ്രൈവർ മാണി സാറിന്റെ വീട്ടിൽ ചെന്നു പണം കൊടുക്കുന്നത് അദ്ദേഹം കണ്ണാൽ കണ്ടു. ബാഗുമായിട്ട് അകത്തോട്ട് കയറി പോകുന്നതുകൊണ്ട് പണം കൊടുക്കുന്നതാണ്. അന്നേ ദിവസം അമ്പിളി എന്ന് പറഞ്ഞ ബിജു രമേശിന്റെ ഡ്രൈവർ ആ സ്ഥലം തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ള. അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന ആരോപണം ഇപ്പം പറഞ്ഞിരിക്കുന്നു. ഇപ്പം ജേക്കബ് തോമസിന്റെ അടക്കമുള്ള ആളുകൾ ചില അന്വേഷണം നടത്തി. ഞങ്ങൾ അറിഞ്ഞത് ഈ അടുത്ത ദിവസം ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി ചുമതലയെടുത്തതിന് ശേഷം കുറേ ബാർ ഉടമകളെ വിളിച്ച് നിർത്തി കുറേ അന്വേഷണമൊക്കെ നടത്തി. അതിനകത്ത് തെളിവൊന്നും കിട്ടിയില്ല. അതിനുശേഷം ഇപ്പോൾ എന്താ മാർഗം? അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുകേശനെ കൊണ്ട് തന്നെ ഒരു കേസ് വീണ്ടും കോടതിയിൽ കൊടുപ്പിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇത് പുനരന്വേഷണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞ അരിയാഹാരം താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. കേരള കോൺഗ്രസ് ഇപ്പോൾ ഇതിനെ കാണുന്നത് രാഷ്ട്രീയമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ ഇരട്ട നീതിയുണ്ട്. കെ ബാബുവിനെ പോലുള്ളവരിടത്തും മറ്റ് താങ്കൾ പറഞ്ഞ നേതാക്കളുടെ അടുത്തൊക്കെ കോൺഗ്രസ് ഇടപെട്ടാണോ, അതിലെ ചില നേതാക്കൾ ഇടപെട്ടാണോ, അന്നത്തെ ചില വകുപ്പുകൾ ഇടപെട്ടാണോ, ഏത് രീതിയിലാണ് അന്വേഷണത്തെ മാണി സാറിൻ്റെ അടുത്തേക്ക് ഒരു രീതിയിൽ മറ്റുള്ളിടത്തേക്ക് അയച്ചതെന്നുള്ളത് നിങ്ങൾ സംശയിക്കുന്നത് ന്യായീകരിക്കേണ്ട രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും ഉത്തരം പറയുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ കൂടുതൽ വ്യക്തമാക്കട്ടെ പിന്നീട്. പക്ഷേ എൻ്റെ ചോദ്യം, ഇന്ന് മാണി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, തൻ്റെ രാഷ്ട്രീയ നിലപാടിനോടുള്ള അസഹിഷ്ണുതയാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്ന്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ല, ചിലപ്പോൾ അത് സ്വാഭാവികമാണല്ലോ, നമുക്കറിയാം. ഇപ്പോൾ ഇതിൽ CPI പറഞ്ഞു കെ എം മാണി ഇങ്ങോട്ട് വേണ്ട. ഞങ്ങൾ ചോദിക്കട്ടെ, CPIയുടെ അടുത്ത് ആരെങ്കിലും അപേക്ഷ കൊടുത്തോ? അല്ലെങ്കിൽ ഇപ്പോൾ CPMന്റെ അടുത്ത് ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ CPIക്ക് അമർശമുണ്ട്. അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസ് എപ്പോഴും അത് മാണി ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് വരാൻ പോവുക, അല്ലെങ്കിൽ BJPയിലേക്ക് പോകാൻ പോവുക, ഇങ്ങനെ ചുമ്മാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ എന്താണ് ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് മാറ്റിയത്?
ഞങ്ങൾ നിൽക്കുന്ന മുന്നണിയിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായി, ആ കുടുംബത്തിൽ കൊലപാതകമുണ്ടാകും എന്ന് ബോധ്യമായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മാറി നിൽക്കുക. ആ കൊലപാതകൾ അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ച ആളുകളെ തിരിച്ചറിയാൻ ഇനിയും UDF മുന്നണിക്ക് സാധിക്കുന്നെങ്കിൽ സാധിക്കട്ടെ എന്ന നിലയിലാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. ഞങ്ങളല്ലാതെ ആരുടെയും മുമ്പിൽ അപേക്ഷ കൊടുത്തിട്ടില്ല. ജനാധിപത്യ കേരള കോൺഗ്രസും ഒക്കെ ഇടപെട്ടത് കൊണ്ടാണോ? പഴയ കോൺഗ്രസിലെ നിങ്ങളുടെ സഹപ്രവർത്തകർ ഗൂഢാലോചന നടത്തിയതൊക്കെ നിങ്ങൾ അങ്ങ് മറന്നോ തൽക്കാലം? അല്ല, ഞാൻ പറയട്ടെ, കോൺഗ്രസിലെ ചില ആളുകൾ ഗൂഢാലോചന നടത്തിയുടെ ഫലമായിട്ടാണ് കേസ് ഉണ്ടായത് നിങ്ങൾ പറഞ്ഞല്ലോ. അതിനകത്ത് നിങ്ങൾ മാറിയിട്ടില്ല. രണ്ട്, എന്താ കോടതിയിൽ തുടരന്വേഷണത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് തുടരന്വേഷണം നടക്കുക എന്നുള്ളത് ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ആര് പരാതി കൊടുത്താലും കോടതി ഒരുപക്ഷെ അത് തുടരന്വേഷണത്തിന് ഉത്തരവിടാം. പക്ഷേ ഇവിടെ ആരാ പരാതി കൊടുത്തിരിക്കുന്നത്? ഒരു സുകേശൻ എന്ന് പറഞ്ഞ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ രണ്ട് അവധി മണിസാറിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 അവധി കഴിഞ്ഞു. ആ അവധി കഴിഞ്ഞ് ഇപ്പോൾ അതിനുശേഷം പറയണം 3 മാസങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഈ വരുന്ന 5-ാം തീയതി, അടുത്ത മാസം 5-ാം തീയതി നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനെതിരെയുള്ള കേസ് കോടതി പരിഗണിക്കാനിരിക്കെ വളരെ ബോധപൂർവമാണ് ഇപ്പോൾ കോടതിയിൽ കൊണ്ടുപോയി ഇത്തരത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ദയവായി തുടരുക. ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം അന്വേഷിക്കേണ്ടതും കേരള കോൺഗ്രസിന്റെ ഈ പുതിയ നിലപാടാണോ? KM മാണിയെ തള്ളാതെ സുകേശനെതിരെ തിരിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് ഇന്ന് പ്രസ്താവന പുറത്തേക്ക് വരുത്തിച്ചതിന് കാരണം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇന്ന് കോൺഗ്രസിന്റെ നിലപാടുകൾ, പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ KM മാണി സാർ ഇപ്പോൾ ഈ ഏത് മുന്നണിയിലേക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനെ നിങ്ങളൊരല്പം പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് തോന്നുന്നത്. അദ്ദേഹത്തെ തള്ളാതെ, എന്നാൽ വേണ്ട രീതിയിൽ കൊള്ളുന്നുമില്ല. പക്ഷേ അതേസമയം സുകേഷിനെതിരെയാണ് വേണ്ട രീതിയിൽ ആഞ്ഞടിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം വീണ്ടും സംശയമുണ്ടാക്കുന്നത്, ഈ സുകേഷിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും പറയുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് സുകേഷിനെ കുറിച്ച് ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ അത് ഇനി പുറത്തേക്ക് വരാനിരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും വരാനിരിക്കുന്ന പേരുകളുടെ കാര്യത്തിൽ എടുക്കുന്ന മുൻകൂർ ജാമ്യമാണോ എന്നും സംശയിക്കാം. എന്താണ് യഥാർത്ഥ കോൺഗ്രസ് നിലപാട്? ലാല്, ഇവിടെ അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു ദിവസം നമ്മുടെയൊക്കെ ഗവൺമെന്റാണ്, എൻ്റെ പാർട്ടിയുമല്ല, അങ്ങയുടെ പ്രതിപക്ഷ പാർട്ടിയുമാണ്. ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നു, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ ഞങ്ങളൊക്കെ വലിയ പറഞ്ഞല്ലോ. ഒരു കാര്യം അദ്ദേഹം മറക്കരുത്, ലാവലിംഗ് കേസ് ഇപ്പോൾ റീട്രയൽ ഹൈക്കോടതി കിടക്കുക, കേന്ദ്രത്തിൽ നിന്ന് വക്കീൽ വന്ന് വാദിക്കാൻ പോകും. അത് മറക്കരുത്, ഞാൻ അത്ര പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വക ഏർപ്പാടുകൾ അവസാനിപ്പിച്ച് നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അന്വേഷിക്കട്ടെ. ഇപ്പോൾ സുകേശൻ പരാതി കൊടുത്തു, അന്വേഷിക്കാൻ കോടതി പറഞ്ഞു, അന്വേഷിച്ചോട്ടെ. അതിന് മറ്റ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UDFൻ്റെ ഗവൺമെൻറ് കാലത്ത് അന്വേഷണം നടന്നു. അതിൽ കോടതി റിപ്പോർട്ട് സുകേശൻ എന്ന് പറയുന്ന SP തന്നെ കൊടുത്തു. അതിൽ മാണി സാറ് കുറ്റക്കാരനല്ല, അവിടെ ഞങ്ങൾ നിൽക്കുന്നത്. ഇനി എൻക്വയറി വന്നിരിക്കുന്നു, അന്വേഷിക്കട്ടെ. നിങ്ങളുടെ കൈവശം എല്ലാം ഉണ്ടല്ലോ, ഗവൺമെൻറ് കൈവശം എല്ലാം ഉണ്ട്, അന്വേഷിക്കട്ടെ. ഞങ്ങൾക്കൊരു പേര് അതിൻ്റെ അകത്തില്ല, ഞങ്ങളുടെ ഒരാളാരും ഇൻവോൾവും അല്ല, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, അന്വേഷിക്കട്ടെ. അത്ര എനിക്ക് അതിനെപ്പറ്റി പറയാം. ആ കാര്യത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ശങ്കർ റെഡ്ഡി അങ്ങനെ തെറ്റുകാരനാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കേണ്ടതാണ്, കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഇപ്പോൾ എന്തിനാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്തിനാ? ഓരോ ഗവൺമെൻറ് കാലത്ത് ഓരോ ഉദ്യോഗസ്ഥ ഡയറക്ടറാവും. അത് നമ്മുടെ ഇതിൻ്റെ പാർട്ടല്ലേ അത്. വിജിലൻസ് ഡയറക്ടർക്ക് ചില അധികാരങ്ങളുണ്ട്, അദ്ദേഹമാണ് സൂപ്പർവൈസ് ഏത് അന്വേഷണവും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വീണ്ടും അന്വേഷണം ഒരു DYSP വെച്ചിട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ട് അദ്ദേഹം ഒറ്റക്കാണ് കോടതി കൊടുക്കാൻ പോകുന്നതല്ലോ, പുതിയ ഡയറക്ടർ കാണില്ലേ? നമ്മുടെ നിയമത്തിലുള്ള കാര്യങ്ങളല്ലേ. വിജിലൻസിൻ്റെ മാനുവലുണ്ട്, മറ്റ് നിയമങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴന്വേഷിച്ചാലും ശരി ആ റിപ്പോർട്ട് നേരെ കോടതി കൊടുക്കില്ലല്ലോ. അതും പുതിയ ഡയറക്ടർ ജേക്കബ് തോമസ് കണ്ടതിന് ശേഷമല്ലേ കൊടുക്കുകയുള്ളൂ, അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പ്രൊസീജിയറായിട്ട് അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥൻ കാണാത്ത വഴികളിലൂടെയൊക്കെ ഡയറക്ടർ ഇറങ്ങിച്ചെന്ന് തിരുത്തലുകൾ വരുത്തുന്നത് ഒരുപക്ഷെ ഈ പ്രൊസീജിയറിന്റെ ഭാഗമായി കാണാൻ പറ്റുന്നതല്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ
അതല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ ഡയറക്ടർ ഡിസൈഡ് ചെയ്യണ്ടേ. ദാറ്റ് ഈസ് എ പ്രൊഗേറ്റീവ് ഓഫ് ദ ഡയറക്ടർ. പിന്നെന്താ അങ്ങനെ അവിടെ ഇരിക്കണമെന്തിനാ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പല കേസിന് ഇപ്പോൾ നമ്മുടെ ഇവിടെ ജിഷ വധക്കേസ് വന്നു, എത്ര പ്രാവശ്യമാണ് ഇവിടെ DGP വന്ന് അന്വേഷണം? വ്യക്തമാണ് താങ്കളുടെ നിലപാട്. സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് പറഞ്ഞില്ലല്ലോ. മുഹമ്മദ് റിയാസ്, ഈ കോൺഗ്രസിന്റെ നിലപാട് ഇതാണ്. ഈ കേരള കോൺഗ്രസിന്റെ ഈ മാറി മാറി വരുന്ന പ്രസ്താവനകൾക്കനുസരിച്ച് ഈ കേസിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകൾ കാണുമ്പോൾ എന്താണ് ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷം ഇപ്പോഴത്തെ ഭരണപക്ഷ പാർട്ടിയുടെ ഭാഗമായ താങ്കളെപ്പോലുള്ളവർക്ക് തോന്നുന്നത്? ഒന്ന്, ശ്രീ KM മാണി ഇതിനകത്ത് അഴിമതി നടത്തിയത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ KM മാണി മാത്രം നടത്തിയൊരു അഴിമതിയായി ഇതിനെ കാണാൻ പറ്റില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് ഇത്തരം അഴിമതികളിൽ പങ്കുണ്ട്. ഇതിനകത്ത് പല രീതിയിലേക്കുള്ള താല്പര്യങ്ങൾ പ്രകടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുൾപ്പെടെ അന്വേഷണത്തിന് ഭാഗമായിട്ട് വരണം. ശ്രീ KM മാണി ഉൾപ്പെടെ നേരത്തെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ അനുഗ്രഹത്താൽ നടന്ന ചില കളികൾ, അതുൾപ്പെടെ അന്വേഷണത്തിൽ വരണം. അതുൾപ്പെടെ അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞൊരു പതിറ്റാണ്ടായി പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളുടെ നിലവാരം നിങ്ങൾ തന്നെ കളയരുത്. ഇതൊക്കെ സമൂഹം അറിഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യം അധികാരത്തിൽ വന്നു, സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒക്കെ ഭരണം കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഒരു മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങൾ പറയണം. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയുന്നത് പോലെ എപ്പോഴും വിളിച്ചു പറയാനുള്ള ഒരു കേസായിട്ട് ദയവേദിനെ കാണരുത്. ഇതൊക്കെ വളരെ പുച്ഛത്തോടെ ആളുകൾ കാണുന്നത്. ഇതിനകത്ത് ഈ പർട്ടിക്കുലർ വിഷയത്തിനകത്ത് അത് വളരെ കൃത്യമാണ്. ഇവിടെ ഒരു ഡയറക്ടർക്ക് ഇടപെടാൻ വേണ്ടി പറ്റില്ല, ഇടപെടാം. പക്ഷെ ഇവിടെ എന്താ, ഒരു ഡയറക്ടർ ഗൈഡ് ചെയ്യണം, ഒരു ഡയറക്ടർ ഡിസിഷൻ പറയുകയാണ്, ഇന്നതായിരിക്കണം ഡിസിഷൻ. മേലുദ്യോഗസ്ഥൻ പറയുകയാണ് കുറ്റവിമുക്തനാക്കണം, അതിനാണ് നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളത് പരിശോധിക്കണം. വകതിരുള്ളവർക്ക് മനസ്സിലാവല്ലോ അങ്ങനെ ഇടപെട്ടതെന്നുള്ളത്. അങ്ങനെ ഇടപെടാൻ എവിടെയും നിയമം ആർക്കും ഒരു ഇതും കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ കൃത്യമായി റിസൾട്ട് എന്ത് എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം, അതിന് ഈ മേലുദ്യോഗസ്ഥനെ പിറകിൽ നിന്നും നിയന്ത്രിച്ച ആളുകൾ ഉൾപ്പെടെയുണ്ട്. ഇതൊക്കെ പുറത്ത് വരും. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, സമയത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഈ കേരള കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നമായി എനിക്ക് തോന്നുന്നു, രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അതിൻ്റെ നേതാക്കൾക്കെതിരെ ആരോപണം വന്നാൽ അവർ തൽക്കാലം സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുക, മറ്റുള്ളവരെ ചുമതലകൾ ഏൽപ്പിക്കുക, പൊതുജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ ആ നേതാക്കളെയും കൊണ്ട് പാർട്ടി വരിക. ഇവിടെ KM മാണി സാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയർമാനാകാൻ എത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു നേതാക്കളൊക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ നേതാവിൽ മാത്രം തൂങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയായി കാണുമ്പോഴാണല്ലോ ഈ മുന്നണി പ്രവേശവും മറ്റ് രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ പ്രശ്നമായി മാറുക. KM മാണി സാർ അന്വേഷണം നേരിട്ട് കുറ്റവിമുക്തനായി വരട്ടെ, നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം. പക്ഷേ നിങ്ങളുടെ പാർട്ടിക്ക് ഒരു പുതിയ തരത്തിലുള്ള നേതാക്കളെയും നേതൃത്വത്തെയും കൊണ്ടുവന്ന് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ തുടർന്ന് ഇടപെടാൻ പറ്റുന്നില്ല? നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള മറ്റ് വിഭാഗങ്ങൾക്ക് ആ സംശയവും പ്രശ്നവും ഉണ്ടല്ലോ, എങ്ങനെ നിങ്ങളത് തരണം ചെയ്യും? ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ CPM-ന്റെ നേതാക്കന്മാർക്ക് ആക്ഷേപം ഉണ്ടായിട്ടില്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉണ്ടായിട്ടില്ലേ? BJP-യുടെ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ആക്ഷേപം ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ അവരൊക്കെ ആ പല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് KM മാണി സാറിന് മാറി നിന്നുകൊണ്ട് PJ ജോസഫിനെയോ മറ്റുള്ളവരെയോ ഏൽപ്പിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകില്ലല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ ഈ പാർട്ടി നേരിടാൻ പോകുന്ന പ്രശ്നം നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു വിഭാഗം അടർന്നു മാറി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അതും കാണേണ്ടി വരും നിങ്ങൾ. അത് ചിലരുടെയൊക്കെ ആഗ്രഹമാണ് ലാലെ, അത് ചില ആളുകളുടെ ആഗ്രഹവും നടക്കില്ല. ഞാനൊരു കാര്യം പറയാം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനെതിരെ ആക്ഷേപം ഉണ്ടായിരുന്നു. ആരാ ആക്ഷേപം? ഞാൻ പറഞ്ഞ ബിജു രമേശ് ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് അദ്ദേഹത്തിന് കേസ് കൊടുത്തിരിക്കുന്നത്. ബിജു രമേശിനെതിരെ തെറി പറയാനുള്ള അവസരം ഞാൻ പിന്നീട് ഉണ്ടാക്കാം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയൂ. ആ ചോദ്യം ചോദിക്കുമ്പോൾ രാഷ്ട്രീയമായി നേരിടണ്ടേ ശ്രീ സജി മഞ്ഞക്കടമ്പൻ? അല്ല, ഞാൻ പറയട്ടെ, ഈ ആരോപണം തെളിയിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആരോപണം തെളിയിക്കപ്പെടട്ടെ, പുനരന്വേഷണം നടക്കട്ടെ, 101 അന്വേഷണം നടക്കട്ടെ. മാണി സാർ പറഞ്ഞല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ ഇവിടെ ശങ്കർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തെ തടഞ്ഞു, അല്ലെങ്കിൽ മാണി സാറിനെ രക്ഷിച്ചു എന്നൊക്കെയാണല്ലോ ഇപ്പോൾ സുകേശൻ പറയുന്നത്. അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അന്വേഷണം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കോടതിയെ കേസ് പരിഗണിക്കും. ശരി, എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ശങ്കർ റെഡ്ഡി ആരെയൊക്കെ രക്ഷിച്ചു എന്ന അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ PM മുഹമ്മദ് റിയാസ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഡോക്ടർ ബിജു രമേശ്.